RDX റിപ്പോർട്ട്സ്, ഡിബേറ്റ്സ്, എക്സ്ക്ലൂസീവ്സ്. ഇത് വിശദാംശങ്ങളുടെയും സൂക്ഷ്മ വിശകലനങ്ങളുടെയും ഒരു മണിക്കൂർ. ഇന്ത്യയിലെ ആദ്യ AR VR XR ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്ന് ഇന്നു മുതൽ ന്യൂസ് മലയാളം പുതിയ ഷോ ആരംഭിക്കുകയാണ്. RDX. ഇത് കണ്ടുപരിചയിച്ച ഒരു ചർച്ചാ പരിപാടിയല്ല. ഇന്നത്തെ വാർത്താ ദിവസത്തെ നിർണയിച്ച വിഷയങ്ങൾ അതിൻ്റെ സമഗ്രതയിൽ വിശകലനം ചെയ്യുന്ന മണിക്കൂറാണ്. വിശദാംശങ്ങളുടെയും സൂക്ഷ്മ വിവരങ്ങളുടെയും ഒരു മണിക്കൂർ. ചില വാർത്തകളുടെ നേര് തെളിയാൻ വിവിധ കോണുകളിൽ നിന്ന് അതിനെ നോക്കിക്കാണണം. പക്ഷം പിടിക്കാതെ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി ഡാറ്റയുടെ പിൻബലത്തോടെ ഇവിടെ വാർത്തയെ പരിശോധിക്കുകയാണ്. ആദ്യം ഇന്ന് RDX പരിശോധിക്കുന്ന 4 വിഷയങ്ങളിലേക്ക്. CPIM സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ പരസ്യ പ്രതിഷേധവുമായി അസംതൃപ്തരുടെ നിര. സംസ്ഥാന സമിതിയിൽ ഇടം കിട്ടാത്തതിൽ ഇടഞ്ഞ് A. പത്മകുമാർ, വീണ ജോർജിനെ ഉൾപ്പെടുത്തിയത് നീതികേടെന്ന് വിമർശനം. കലാപക്കൊടി ഉയർത്തിയ A. പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ ജില്ലാ സെക്രട്ടറി. നേരിൽ കണ്ട് രാജു എബ്രഹാം. പ്രശ്നങ്ങൾ സംഘടനാപരമായി ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ്. പരസ്യ പ്രതികരണം പാടില്ലെന്ന് AK ബാലനും K. രാധാകൃഷ്ണനും. സംസ്ഥാന സമിതിയിൽ എടുക്കാത്തതിൽ അമർഷം പരോക്ഷമായി സൂചിപ്പിച്ച് കണ്ണൂരിലെ CPIM നേതാവ് N. സുകന്യ. വാട്സാപ്പ് FB സ്റ്റാറ്റസുകളിൽ മുനവച്ച വാക്കുകൾ ചേർത്ത് P. ജയരാജന്റെ മകൻ ജെയിൻ രാജ്. MV ഗോവിന്ദനുള്ള അഭിവാദ്യ പോസ്റ്റ് പിൻവലിച്ച് PK ശശി. കണ്ണൂരുകാർക്ക് അധിക പ്രാതിനിധ്യം എന്ന സംസ്ഥാന സമ്മേളനത്തിലെ വിമർശം ഗൗനിക്കാതെ പാർട്ടി. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് 5 പേർ. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ണൂരുകാർ 18. സെക്രട്ടേറിയറ്റിലെ 3 പുതുമുഖങ്ങളിൽ 2 പേരും കണ്ണൂർക്കാർ. BJPക്ക് വേരോട്ടമുള്ള പാലക്കാടിനോ തിരുവനന്തപുരത്തിനോ സെക്രട്ടേറിയറ്റിൽ പ്രാതിനിധ്യമില്ല. കമ്മിറ്റിയിലെ പ്രാതിനിധ്യം മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലെന്ന് നേതൃത്വത്തിന് വിശദീകരണം. കേരളത്തെ ലജ്ജിപ്പിച്ച് കൂടൽമാണിക്യം. കഴക നിയമന വിവാദം. തുറന്ന പോരിൽ ദേവസ്വവും തന്ത്രിമാരും. ഈഴ യുവാവിന്റെ നിയമനം നടപ്പിലാക്കുമെന്ന് ദേവസ്വം ചെയർമാൻ. കഴക നിയമനം തങ്ങളുടെ അധികാര പരിധിയിലെന്ന് തന്ത്രി പത്മനാഭൻ നമ്പൂതിരി. കഴക വിവാദം മനുവാദികൾക്ക് പ്രോത്സാഹനമേകുന്ന നടപടിയെന്ന് മന്ത്രി OR കേളു. ജാതീയാടിസ്ഥാനത്തിലുള്ള തൊഴിൽ നിഷേധം സാംസ്കാരിക കേരളത്തിന് അപമാനമെന്ന് മന്ത്രി VN വാസവൻ. തന്ത്രിമാരുടെ നിലപാട് അസ്വീകാര്യമെന്ന് മുൻ ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ. ചില സവർണമാടമ്പിമാർ ചാതുർവർണ്ണ്യ വ്യവസ്ഥ തലയിൽ വെച്ച് നടക്കുന്നെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കയ്യേറ്റത്തിന് കവചം തീർക്കാൻ പണിത കുരിശ് പൊളിച്ചു നീക്കി റവന്യൂ വകുപ്പ്. കലക്ടറുടെ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് പിന്നാലെ ഇന്നലെ കോൺക്രീറ്റ് കുരിശ് പടുത്തുയർത്തിയത് ഇടുക്കി പരുന്തുംപാറയിൽ. കുരിശ് പണിതത് ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫിന്റെ 400 മുറികളുള്ള കൂറ്റൻ റിസോർട്ടിന് മുന്നിൽ. കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയെന്നും ആരോപണം. കുരിശ് പണിതത് ഉദ്യോഗസ്ഥ നിരീക്ഷണം നിലനിൽക്കെ മറ്റെവിടെയോ വെച്ച് നിർമ്മിച്ച കുരിശ് പരുന്തുംപാറയിൽ നാട്ടിയതെന്ന് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. കുരിശ് പൊളിച്ചു മാറ്റിയത് സംഭവം രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടർന്നതോടെ. നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് പോവുകയാണ്. സമ്മേളന പിറ്റേന്ന് CPIM-ൽ സംഭവിക്കുന്നത് അസാധാരണ സംഭവവികാസമാണ്. നാളെ ഇതുവരെയുള്ള സംസ്ഥാന സമ്മേളനങ്ങളിലൊന്നും പുതിയ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെട്ടില്ല എന്ന് പായാരം പറഞ്ഞ നേതാക്കൾ സ്വന്തം നിലയ്ക്ക് നീരസവും കലഹപ്രഖ്യാപനവുമായി വന്നിട്ടില്ല. കേന്ദ്രീകൃത വിഭാഗീയത അവസാനിച്ചപ്പോൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് കരിയറിസവും അവനിവനിസവുമാണോ? മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തതിലുള്ള അതൃപ്തി ഇന്നലെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ A. പത്മകുമാർ സോഷ്യൽ മീഡിയ വഴി പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പത്മകുമാർ പാർട്ടി നടപടിയെ ഭയക്കുന്നില്ലെന്നും വീണ ജോർജിനെ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് പത്തനംതിട്ടയിലെ പാർട്ടിയോട് കാണിച്ച നീതികേടാണെന്നും പറഞ്ഞു. 59 സെക്കൻഡിൽ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്.
മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തതിലുള്ള അതൃപ്തി ഇന്നലെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ എ പത്മകുമാർ സോഷ്യൽ മീഡിയ വഴി പ്രകടിപ്പിച്ചിരുന്നു. വീണ ജോർജിനെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് പത്തനംതിട്ടയിലെ പാർട്ടിയോട് കാണിച്ച നീതികേടാണെന്നും പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിലെ അതൃപ്തി ഇന്നലെ P ജയരാജനും J മേഴ്സിക്കുട്ടിയമ്മയും സംസ്ഥാന കമ്മിറ്റിയിൽ പാനൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. P ജയരാജന്റെ മകൻ M സ്വരാജിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് സ്റ്റാറ്റസ് ആക്കിയാണ് അതൃപ്തി പരസ്യമാക്കിയത്. അതിനിടെ പാലക്കാട്ടെ CPM നേതാവും KTDC ചെയർമാനുമായ PK ശശി ഫേസ്ബുക്കിലുള്ള പോസ്റ്റ് പിൻവലിച്ചത് പ്രാദേശിക തലത്തിൽ ചർച്ചയായി. CPM സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദന് അഭിവാദ്യം എന്ന FB പോസ്റ്റാണ് PK ശശി മണിക്കൂറുകൾക്കകം പിൻവലിച്ചത്. മന്ത്രി MB രാജേഷിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിനോടുള്ള ചോദ്യത്തിന് MB രാജേഷ് മികച്ച നേതാവാണെന്നും മോശക്കാരനായതുകൊണ്ടല്ല ഒഴിവാക്കിയതെന്നും AK ബാലൻ പ്രതികരിച്ചു. CPM സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ പരസ്യ വിയോജിപ്പ് ഉയരുന്നതിനിടെ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാവ് N സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയായി. സനീഷ, നമുക്ക് ആരൊക്കെ പ്രതികരിച്ചു, എങ്ങനെയൊക്കെ പ്രതികരിച്ചു, എന്താണ് ഇതിലെ അസ്വാഭാവികത എന്നതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടത്. ഇതിന്റെ ആ ഡേറ്റയിലേക്ക് നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകാം. സംസ്ഥാന സമ്മേളനത്തിന്റെ പിറ്റേന്ന് CPIM-ൽ സംഭവിക്കുന്നത് എന്തെല്ലാമാണ്? ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം വ്യക്തിപരമായ വിലാപങ്ങളാണ് നേതാക്കൾ നടത്തുന്നത്. അതിലേക്കാണ് നമുക്ക്, ആ ചോദ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്താണ് സമ്മേളന പിറ്റേന്ന് സംഭവിക്കുന്നത് എന്നത്. ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കുമ്പോൾ BJP നേതൃത്വം പത്മകുമാറിന്റെ വീട്ടിലെത്തി സംസാരിക്കുന്നു എന്നതുകൂടി സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണ് എന്നുള്ള ചോദ്യം ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല. സംസ്ഥാന സമിതിയിൽ ഇടം കിട്ടാത്തതിലാണ് പ്രതിഷേധം. വീണ ജോർജിനെ ഉൾപ്പെടുത്തിയതിൽ നീതികേടുണ്ട് എന്നാണ് A പത്മകുമാർ പറഞ്ഞത്. ഒപ്പം തന്നെ അത് അദ്ദേഹം പരസ്യമായി ഇന്നലെ പ്രകടിപ്പിച്ചു. ഇന്ന് അദ്ദേഹം ചെറിയൊരു തിരുത്തൽ വരുത്തി. ഒരു ദിവസത്തേക്ക് എനിക്കൊരു വ്യതിചലനം സംഭവിച്ചതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹം വീണ്ടും വീണ ജോർജിനെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നത് തന്നെയാണ് ഒരു പ്രത്യേകത. മറ്റ് നേതാക്കളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളിലേക്കും നമുക്ക് പോകാം. പത്മകുമാറിന് ശേഷം സംസ്ഥാന സമിതിയിൽ ഇടം കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ശക്തമായ ഈ പ്രതിഷേധത്തിനൊപ്പം, അതായത് എനിക്ക് തോന്നുന്നത് പത്മകുമാറിൻ്റെയാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധം. അതിനപ്പുറം അത്രയ്ക്ക് ശക്തമല്ലാത്ത ചില പ്രതിഷേധങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ സുകന്യയുടെ സ്റ്റാറ്റസ് ഒക്കെ ആ നിലയ്ക്കുള്ളതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ചുമതലകളിൽ നിന്ന് ഒഴിയും എന്നാണ് A പത്മകുമാർ പറഞ്ഞത്. പാർട്ടി നടപടിയെ ഭയമില്ല എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇന്നും അദ്ദേഹം അത് ആവർത്തിച്ചിട്ടുണ്ട്. ഈ പാർട്ടി നടപടിയെ ഭയമില്ല എന്നുള്ളത്. വേണമെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോയി ഇരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രാഞ്ച് കമ്മിറ്റിയല്ല, ബ്രാഞ്ചിൽ പോയി ഇരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 66-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു എന്ന് തന്നെ താൻ വേണമെങ്കിൽ കണക്കാക്കുമെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ദിവസത്തെ വ്യതിചലനം എന്ന് പറഞ്ഞ് ചെറുതായി ഒന്ന് അയയുമ്പോഴും നിലപാടുകളിലൊന്നും അദ്ദേഹത്തിന് മാറ്റമില്ല എന്നുള്ളതാണ്. അതേസമയം പാർട്ടി ഈ പോർവിളി തള്ളിയിരിക്കുകയാണ്. അപ്പോഴത്തെ വികാരത്തിൽ പറഞ്ഞതാക്കാമെന്നാണ് AK ബാലൻ ഇതേക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പരസ്യ പ്രതികരണം തെറ്റാണ് എന്ന് K രാധാകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് പാർട്ടിയുടെ ശക്തമായ പ്രതികരണം വന്നു കഴിഞ്ഞു. FB പോസ്റ്റിലെ പരാമർശങ്ങൾ പരിശോധിക്കും എന്നാണ് രാജു അബ്രഹാം പറഞ്ഞിരിക്കുന്നത്. നിലപാടുകൾ തള്ളാതെയാണ് പത്മകുമാർ കാര്യങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് പത്മകുമാറിൻ്റെ വിശദീകരണങ്ങളുമായി ബന്ധപ്പെട്ട്, പത്മകുമാറിൻ്റെ ഈ വിഷയത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതിനുശേഷം പ്രധാനമായും രാജു അബ്രഹാമിന്റെ പ്രതികരണം അടക്കമാണ് ഈ കാര്യത്തിൽ നമുക്ക് ജില്ലയിൽ നിന്ന് നൽകാൻ കഴിയുന്നത്. N സുകന്യയുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാത്തതിൽ അമർഷമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ചെഗുവേരയുടെ വാക്കുകളാണ് പരോക്ഷമായി പങ്കുവച്ചിരിക്കുന്നത്. അത് മറ്റൊരു തരത്തിൽ കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് UP ജോസഫിനെ എടുക്കാത്തതിലുള്ള പ്രതിഷേധമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും M സുകന്യയുടെ വാക്കുകളിൽ പരോക്ഷമായ ഒരു സൂചനയുണ്ടായിരുന്നു. അത് നീതികേടിൽ അമർഷമെങ്കിൽ നിങ്ങൾ എൻ്റെ സഖാവ് എന്ന ചെഗുവേരയുടെ വളരെ പ്രശസ്തമായ വാക്കാണ് എഴുതിയിരുന്നത്. പക്ഷേ അതിൽ ഈ സാധാരണ CPM നേതാക്കളൊക്കെ അത് ആ നിലയ്ക്കൊരു സ്റ്റാറ്റസ് ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ കോട്ടൊക്കെ കൊടുക്കാറുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. എന്തായാലും അതൃപ്തിയില്ല, ദുർവ്യാഖ്യാനം വേണ്ട എന്നാണ് സുകന്യ ഈ കാര്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് എന്നാണ്. മറ്റൊന്ന് പി കെ ശശി നേരത്തെ ഇട്ട MV ഗോവിന്ദനുള്ള അഭിവാദ്യ പോസ്റ്റ് പിൻവലിച്ചതാണ്. PK ശശി പാർട്ടി എന്ന നിലയ്ക്ക് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ഏതാണ്ട് പുറത്ത് നിൽക്കുന്ന ഒരാളാണ് PK ശശി. പക്ഷേ ആ PK ശശിയുടെ ഒരു പ്രതിഷേധവും ഈ നിലയ്ക്ക് പ്രകടമാണ് എന്നുള്ളതാണ്. എന്തായാലും PK ശശിക്ക് ഇത്തവണത്തെ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തിനാണ് ആ പ്രതിഷേധം എന്നുള്ളത് നമുക്ക് തൽക്കാലം മനസ്സിലാകുന്നുമില്ല. എന്തായാലും അദ്ദേഹം
അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പി ജയരാജന്റെ നിലപാടാണ്. കമ്മിറ്റിയിൽ പാനൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പി ജയരാജൻ വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അതൃപ്തി അറിയിച്ചിരുന്നു പി ജയരാജൻ. പി ജയരാജന്റെ എതിർപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട എതിർപ്പായി നമുക്ക് മുന്നിലുള്ളത്. അത് ഇന്നലെ തന്നെ അതിൻ്റെ വാർത്തയും വന്നിരുന്നു. പക്ഷേ മകൻ ജെയിൻ രാജിൻ്റെ ഒരു ഇടപെടലാണ് വളരെ കൃത്യമായി ആ അതിർത്തി കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് ഇന്ന് മാറ്റി തീർത്തത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മുനവച്ച വാക്കുകളാണ് ജെയിൻ രാജിൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്നത്. എം സ്വരാജിൻ്റെ വളരെ പ്രശസ്തമായ പഴയ ഒരു വാട്സാപ്പ് പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, എം സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പി ജയരാജൻ പോസ്റ്റാക്കിയത്, പി ജയരാജൻ അതായത് ജെയിൻ രാജ് പോസ്റ്റാക്കിയത് എന്നുള്ളതാണ്. അതായത് എന്താണ് ആ പോസ്റ്റ് ഓർമ്മയുണ്ടോ എം സ്വരാജിന്റെ? മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നോ എന്നുള്ള പഴയ പോസ്റ്റാണ് പങ്കുവച്ചത്. മറ്റൊന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട്. പ്രതികരണം കമ്മിറ്റിക്കുള്ളിലായിരുന്നു. കമ്മിറ്റിക്കുള്ളിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. പാനൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ പരസ്യ പ്രതിഷേധത്തിനില്ല എന്ന നിലപാട് കൂടിയാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത്. സനീഷ, ഇത് അസ്വാഭാവികമായ കുറേയേറെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. പല കാര്യങ്ങളും അസ്വാഭാവികമായി ഈ സമ്മേളന കാലയളവിൽ കണ്ടു. പക്ഷേ എന്തോ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ല. കാരണം സമ്മേളനം നടക്കുമ്പോൾ തന്നെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഇ പി ജയരാജൻ അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് വളരെ അസ്വാഭാവികമായ സംഗതിയായിരുന്നു. അങ്ങനെ പലതും ഈ സമ്മേളനത്തിൽ നടന്നതാണ്. അപ്പോൾ ഈ പ്രതികരണങ്ങൾ ഇത് വല്ലാതെ വളരുമോ? എന്താ തോന്നുന്നത്? ഇതിനപ്പുറത്തേക്ക് വളരാൻ സാധ്യതയില്ല എന്നാണ് ഹർഷ എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. പത്മകുമാറിൻ്റെ വീട്ടിൽ ഇപ്പോൾ BJP നേതാക്കൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിശകലനങ്ങളിലേക്ക് സൂക്ഷ്മമായിട്ട് പോയത് കൃത്യസമയത്താണ്. അതായത് നേരത്തെ രാജു എബ്രഹാം മുൻകൂട്ടി അവിടെ വന്നിരുന്നു. പക്ഷേ രാജു എബ്രഹാം വന്ന് സംസാരിച്ച് പോയതിനു ശേഷവും 66-ാം വയസ്സിൽ എനിക്കെതിരെ നടപടിയെടുക്കുമെങ്കിൽ ഞാൻ അത് എൻ്റെ റിട്ടയർമെൻ്റായിട്ട് പരിഗണിച്ച് പാർട്ടിക്ക് പുറത്തിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവിടെ BJP കൃത്യസമയത്തിന് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയട്ടെ, അപ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കാമെന്നായിരുന്നു കെ സുരേന്ദ്രൻ നേരത്തെ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഒട്ടും വൈകാതെ ഈ രാത്രി കടക്കുന്നതിന് മുമ്പ് തന്നെ പത്മകുമാറിൻ്റെ വീട്ടിലേക്ക് BJPയുടെ നേതാക്കൾ എത്തിയിട്ടുണ്ടെന്നാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്ത് പോകുമ്പോൾ ഒരു കാര്യം, ഇതിനപ്പുറത്തേക്ക് വളരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വളർച്ച അങ്ങോട്ടാണ്. BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്ന കാര്യമാണ് പത്മകുമാറിൻ്റേതായിട്ട് ബന്ധപ്പെട്ട ഉള്ളത്. നേരത്തെ നമ്മൾ മുൻകാലങ്ങളിൽ CPMൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ഇത്ര അതൃപ്തികളുണ്ടെങ്കിൽ അത് ഒരു പക്ഷത്തിൻ്റെ ആകെ അതൃപ്തിയായിരുന്നു. എന്ന് വെച്ചാൽ VS അച്യുതാനന്ദനും പിണറായി വിജയൻ പക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, വിഭാഗീയത നിൽക്കുമ്പോൾ, ആ വിഭാഗീയത്തിൽ പരാജയപ്പെടുന്ന പക്ഷം ഒന്നാകെ അങ്ങ് പോവുക ചെയ്യുക. അപ്പോൾ പിന്നെ പരാതിപ്പെടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കരിയറിസ്റ്റ് ചിന്താഗതിയല്ലേ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഇവിടുന്ന് വരുന്നത്. പക്ഷേ എൻ്റെ പോയിന്റ് ഞാനതിനെ അസ്വാഭാവികമായിട്ട് കാണുന്നില്ല. കാരണം വളരെ 19 വർഷം അല്ലെങ്കിൽ കുറേ കാലം ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിട്ട് ഈ പാർട്ടിയുടെ അടുത്ത ഉപരി കമ്മിറ്റികളിലേക്കൊക്കെ പോവുകയും എന്ന് വെച്ചാൽ പ്രൊമോഷനൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് തെറ്റ് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താണ് എൻ്റെ അതിനകത്തുള്ള പോയിന്റ് ഹർഷൻ? റൈറ്റ്, അത് ശരിയാണ്. സ്വാഭാവികമായും അത് ആഗ്രഹം തോന്നാം. ദീർഘകാലമായി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ നിലയ്ക്ക് ഒരാഗ്രഹമൊക്കെ ഉണ്ടാവാം. പിന്നെ മൊത്തത്തിൽ CPMൻ്റെ ഈ സമ്മേളനത്തെക്കുറിച്ച് പൊതുവെ വിലയിരുത്തിയാൽ അവർ ഈ സമ്മേളനമല്ല, കഴിഞ്ഞ എറണാകുളം സമ്മേളനം മുതൽ ഈ പതിവ് ചിട്ടവട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് കുറെ കൂടി ഉദാരമായ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു എന്താണ് പരമ്പരാഗത രീതികൾക്ക് അപ്പുറത്ത് പല പരീക്ഷണങ്ങളിലേക്കും അവർ കടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അനുരണനം ഈ കേഡർമാരിലുണ്ടാവും, ഈ കമ്മിറ്റി അംഗങ്ങളിലൊക്കെ ഉണ്ടാകും, പ്രതിനിധികളിലുണ്ടാവും. അവർ പരസ്യമായി തന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വേണം അതിനെ മനസ്സിലാക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അതിനകത്തൊരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് നമ്മൾ ഉറപ്പായും ഉൾപ്പെടണം എന്ന് നമ്മൾ കരുതുന്ന നമ്മളെന്നല്ല, ഈ ആളുകൾ കരുതുന്ന ചിലർ എത്തിയിട്ടില്ല. പാർട്ടിയുടെ രീതികളെ ശ്രദ്ധിക്കുന്ന ആളുകൾ കരുതുന്ന അതായത് ആ നിലയ്ക്ക് തീർച്ചയായും ഇതിൽ ഉൾപ്പെടേണ്ടതുണ്ട് എന്ന് കരുതിയ, എന്നാൽ എന്തുകൊണ്ട് ഉൾപ്പെട്ടു എന്ന് ചിലർ സംശയിക്കുന്ന ചിലരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ. ഇതിപ്പോ പാർട്ടി അത് ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ഇതിലെ ഒരു ടേക്ക് ഞാൻ പറയാം. ഇപ്പൊ ഇ പി ജയരാജൻ, അദ്ദേഹത്തിൻ്റെ പ്രായം 2 മാസം കഴിഞ്ഞാൽ 75 വയസ്സാണ്. BJPയുമായി ചർച്ച നടത്തിയെന്ന ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. ജാവദേക്കറെ മകൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്ന് അദ്ദേഹം EP തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിലെങ്ങനെയാണ് പിണറായി വിജയൻ്റെ പ്രതികരണം വന്നത്? പാപിയോടൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപി ആയിടും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇതൊക്കെ സമ്മേളനത്തിൽ തൊട്ടു മുമ്പ് നടന്ന കാര്യങ്ങളാണല്ലോ. അത്തരത്തിൽ തൊട്ടു മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ആ നിലയ്ക്ക് എന്താണ് ഈ പാർട്ടി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? സമ്മേളനം എങ്ങനെയാണ് ചർച്ച ചെയ്തു? അതിനകത്ത് ഒരു കാരണം ഹർഷ, ജാവദേക്കർ വീട്ടിൽ വന്ന് കണ്ട ഇ പി ജയരാജൻ
പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് അരിക്കാക്കി മാറ്റി നിർത്തിയിരുന്നെങ്കിൽ പത്മകുമാറിന്റെ വീട്ടിലെത്തിയ പോലെ ഇ പി ആറിന്റെ വീട്ടിൽ നേതാക്കൾ എത്തിയേനെ. അതുകൊണ്ടായിരിക്കും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല തമാശയായിട്ട് പറയാണ്. പാർട്ടി അതാണ് അല്ല അത് നമുക്ക് എനിക്ക് തോന്നുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ കുറെ കൂടി അത് എനിക്ക് അതായത് ഇങ്ങനെ കൂടിയാണ്. അതായത് ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ പദവി നിലനിർത്തിയിരിക്കുന്നു. എം പി രാജേഷ് പോലെ പ്രധാനപ്പെട്ടത് എന്ന് കണക്കാക്കപ്പെടുന്ന ആളുകൾ അവിടേക്ക് വന്നിട്ടുമില്ല എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എൻ സുകന്യ, പത്മകുമാർ, പിന്നെ ആരാണ് പി കെ ശശികല, ഇവരാണല്ലോ പ്രധാനമായിട്ടും ഈ പറയുന്ന അതൃപ്തി തങ്ങൾക്ക് പരസ്യമായിട്ടല്ല. ഇതിനകത്ത് യഥാർത്ഥത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു പോയിന്റ്, അതായത് ഹർഷ, ഇത് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഉൾപ്പെടുത്തിയ എന്താ കുഴപ്പം? ഇപ്പോൾ 89 അംഗ സംസ്ഥാന സമിതിയാണ്, 17 അംഗ സെക്രട്ടേറിയറ്റാണ്. ഈ അംഗങ്ങളുടെ എണ്ണം കൂട്ടിയാൽ പോരെ? അതായത് ഈ പാർട്ടിയെ പുറത്തു നിന്ന് നോക്കുന്ന സമ്മേളനങ്ങളാണ്. ഈ പാർട്ടിയെ പുറത്തു നിന്ന് നോക്കുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ആളുകൾക്ക് അതൃപ്തി ഉണ്ടാകാത്ത വിധം പ്രവർത്തന പരിചയമുള്ള വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഇതൊക്കെ വലുതാക്കിയാൽ പോരെ എന്ന് തോന്നുന്നു. അതായത് 89 എന്ന നമ്പറിൽ എന്തിനാണ് നിൽക്കുന്നത്? 3.25 കോടി ജനമുള്ള കേരളത്തിൽ 5.5 ലക്ഷം CPM അണികളുണ്ട്. CPM അണികളല്ല, CPM അംഗങ്ങളുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ 3.25 കോടി ജനമുള്ള കേരളത്തിൽ 5.5 ലക്ഷം പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടിക്ക് അതിനെ നയിക്കുന്ന സംസ്ഥാന സമിതിയുടെ എണ്ണം കൂട്ടിയാൽ ഈ പ്രശ്നം പരിഹരിക്കില്ല, എണ്ണം കൂട്ടിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന ചോദ്യമാണ്. ഇത് പാർട്ടിക്ക് പുറത്തു നിന്ന് നോക്കുന്ന ഒരാളിൻ്റെ കാഴ്ചയാണ്. പാർട്ടിക്ക് അവരുടേതായ ന്യായീകരണങ്ങളുണ്ടാവും, അവർക്ക് അവർ ആ നമ്പറിലേക്ക് എത്താൻ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാകും. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയായിരിക്കുന്ന BJP അവരുടെ വിജയിക്കുന്ന പാർട്ടിയായി മാറിയതിനെക്കുറിച്ച് ഞാൻ വായിച്ചത്, അവർ ഉത്തർപ്രദേശിലും മറ്റും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ 4 ജനറൽ സെക്രട്ടറിമാരുള്ള ഒരു ഘടകത്തിൽ ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പല ജാതി വിഭാഗങ്ങളിൽ നിന്നാണല്ലോ അവർ നേതാക്കൾ എടുക്കുക. അപ്പോൾ 4-ൽ 8 ആക്കും അവർ. അതായത് 4 പേരെ അങ്ങോട്ട് മാറ്റിയിട്ട് 4 പേരെ പുതുതായിട്ട് ഉൾക്കൊള്ളുകയല്ല, ആ 4 പേരെ അവിടെ വെച്ചിട്ട് 4 പേരെ കൂടെ ചേർത്ത് 8 പേര് ജനറൽ സെക്രട്ടറിമാരായിട്ട് മാറും. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ, കേരളത്തിൽ എല്ലാവർക്കും ഒരു ജില്ലയുള്ളിടത്ത് അവർക്ക് 2 ജില്ലയുണ്ട്, എല്ലാവർക്കും ഒരു ജില്ലാ സെക്രട്ടറിയുള്ളിടത്ത് BJPക്ക് 2 ജില്ലാ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ ജില്ലാ പ്രസിഡന്റ് അവർക്ക് ഈ കാലത്തിൻ്റെ പ്രത്യേകതകൾ പരിഗണിച്ചിട്ട് അവർ പരമാവധി ആളുകളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. അതും ചെറുപ്പക്കാർ, പാലക്കാട്ടെ ചെറുപ്പക്കാരുടെ നേതാവിനെ അവർ കുട്ടികൊഴിച്ച് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പക്ഷേ CPIM പഴയകാല ശാഠ്യങ്ങളിൽ നിന്നിട്ട് 89 എന്ന സംഖ്യയിൽ നിൽക്കുകയല്ലേ, 17 എന്ന സംഖ്യയിൽ നിൽക്കുകയല്ലേ, ഈ പരാതിയുള്ള ആളുകളൊക്കെ കൂടി ഉള്ളിൽ ചേർത്തിട്ട് ഇവർക്ക് അങ്ങനെ അങ്ങ് പോയാൽ പോരെ നമുക്ക് തോന്നും. പക്ഷേ ഇത് നമ്മുടെ പുറത്തു നിന്ന് നോക്കുന്ന ആളുകളുടെ നമ്മുടെ ലോജിക്കാണ്. അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് BJPയുടെ കാര്യം പറയുമ്പോൾ അവരെന്തിനാണത് ചെയ്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തണമല്ലോ. ഇപ്പോൾ വിവിധ സാമുദായിക വിഭാഗങ്ങൾ ഈ പാർട്ടിക്കകത്ത് ഉൾപ്പെടുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്തി പോകണം. BJPക്ക് ഒരു കാലത്ത് ഇവിടെ അത് പാലിക്കാൻ കഴിഞ്ഞിരുന്നത്. കാരണം അതൊരു സവർണ പാർട്ടി മാത്രമായി നിൽക്കുകയായിരുന്നു. അവർ തന്ത്രപരമായി ചെയ്ത എന്താ പരിപാടി? അവർ പുതിയ ഭാരവാഹികളെ ഒറ്റയടിക്ക് കൊണ്ടുവന്ന് മറ്റ് മറ്റ് സമുദായങ്ങളിൽ നിന്ന് OBCകളിൽ നിന്നൊക്കെ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് ഒറ്റയടിക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല, നേതാക്കന്മാരായി കൊണ്ടുവരാൻ കഴിയില്ല. അതിനൊരു മാർഗം എന്താണ്? എല്ലാ ഭാരവാഹിത്വവും രണ്ടാക്കി കഴിഞ്ഞാൽ പുതുതായി വരുന്ന ആളുകളെ ആ നിലയ്ക്ക് OBCയിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ കഴിയും. ഇതുവരെ നോർത്ത് ഇന്ത്യ മുഴുവൻ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ്. ആ തന്ത്രം തന്നെ അവരിവിടെ പരീക്ഷിക്കുന്നു. ഈ ഘട്ടത്തിൽ കാര്യമുള്ളത് നമ്മൾ BJPയിൽ നിന്ന് പഠിക്കാനില്ലേ എന്നാണ് നമ്മൾ എഴുതി കാണിക്കുന്നത്. പക്ഷേ BJPയിൽ നിന്ന് പഠിക്കാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത BJPക്കകത്തും പ്രശ്നങ്ങളുണ്ടല്ലോ നേതാക്കൾ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ രീതിയാണോ ശരി എന്നൊക്കെ കാലമാണല്ലോ നിശ്ചയിക്കുക. പക്ഷേ ഈ ചോദ്യം ഇച്ചിരി കടന്ന ചോദ്യമാണ്. എന്തായാലും BJPയിൽ നിന്ന് പഠിക്കാനില്ല എന്നുള്ളത്. അല്ലല്ല, അതൊരു അതായത് നമ്മൾ പറയുന്ന പോയിന്റോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ അത് CPIമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. BJP ഞങ്ങളൊന്ന് പഠിക്കാനാണ്, അതും കേരളത്തിൽ. പക്ഷേ BJP 1920-കളിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഈ ഹിന്ദുത്വ പാർട്ടികളുടെയൊക്കെ തുടക്കം. അവിടെ നിന്ന് BJP തീരെ താഴെയായിരുന്നൊരു പാർട്ടി അടിച്ചു കയറിയിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയായി വന്നതിൽ അവർ പയറ്റിയ രാഷ്ട്രീയ തന്ത്രങ്ങളെയെല്ലാം നോക്കി വെക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ലതാണ് എന്നൊരു തോന്നലുള്ള ആളാണ് ഞാൻ. അവരുടെ പാർട്ടി അവരുടെ കാര്യം തീരുമാനിച്ചോട്ടെ. പക്ഷേ അവർ തുടങ്ങിയൊരു തന്ത്രം, അവർ ഉപയോഗിച്ചൊരു തന്ത്രം ഇതാണ്. അതാണ് ഇതിനകത്ത് നേരത്തെ പറഞ്ഞത് ഇ പി ജയരാജൻ്റെ പോയിന്റ്. അതിൽ മാത്രം നിൽക്കല്ലോ കേട്ടോ. കാരണം ഇ പി ജയരാജൻ വളരെ പാരമ്പര്യമുള്ള നേതാവൊക്കെയാണ്, അദ്ദേഹം തുടരട്ടെ. പക്ഷേ ഈ സംശയം സാധാരണ ഒരു കേഡറെ സംബന്ധിച്ചുള്ള ഇപ്പോൾ പി ജയരാജൻ എന്തുകൊണ്ട് ഉൾപ്പെടുന്നില്ല, മേഴ്സിക്കുട്ടി അമ്മ എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ വരുന്നില്ല, എം പി രാജേഷ് എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ വരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ഉള്ളിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജൻ ഉന്നയിച്ച നേരത്തെ പി ജയരാജൻ ഉന്നയിച്ച വൈദേഹം റിസോർട്ട് ആരോപണത്തിലൊക്കെ ഒരു പെറ്റി ബൂർഷ്വാസിയുടെ സ്വഭാവത്തിലുള്ള വിശദീകരണങ്ങൾക്കപ്പുറത്ത് പാർട്ടി അണികൾക്ക് തൃപ്തികരമായ ഒരു വിശദീകരണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ വിമർശനം സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ അതേസമയം വേറൊരു കാര്യം കൂടി പറയണം കേട്ടോ. പി ജയരാജൻ തഴയപ്പെട്ടു എന്ന് മാധ്യമങ്ങൾ വല്ലാതെ സങ്കടപ്പെടുന്നതും അതിലും ഒരു കൗതുകത്തിൻ്റെ വശമുണ്ട്. കാരണം പി ജയരാജൻ ഒരു എന്താണ് അവിടുത്തെ
ഒരു 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 പ്രധാനപ്പെട്ട വില്ലനായി പി ജയരാജൻ നിരന്തരം അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളിൽ എന്നുള്ളതാണ്. ഇപ്പോൾ വൈദേഹം റിസോർട്ടിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് വിശദീകരണം ഇ പി ജയരാജൻ ഇതുവരെ നൽകി എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം തീർച്ചയായും വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നാൽ പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ കൂടി നമ്മൾ ഒന്ന് ഊന്നേണ്ടതുണ്ട്. കാരണം ഈ മധ്യവർഗ വ്യതിയാനം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മമായി പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും, അതായത് സാധാരണ പാർട്ടി അണികളെ പോലെയല്ല, CPIM-ന്റെ അണികൾ ഇതിനെ പ്രത്യയശാസ്ത്രപരമായി തന്നെ ഇഴകീറി പരിശോധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർക്ക് ഈ സംശയങ്ങളെല്ലാം ഉള്ളിലുണ്ടാവുമല്ലോ. ആ നിലയ്ക്കുള്ള സംശയങ്ങളായി തന്നെ നമുക്ക് ഇതിനെ കരുതേണ്ടതുള്ളൂ. പക്ഷേ പാർട്ടിക്ക് മറ്റൊരു ലോജിക്ക് ഉണ്ടാകും എന്ന് തന്നെ കരുതാം. നമുക്ക് ഈ വിഷയം നമുക്ക് തൽക്കാലം അവസാനിപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് അതായത് ഈ വീണ ജോർജിനെ കുറിച്ച് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, വീണ ജോർജിനെയും പത്മകുമാറിനെയും ചേർത്ത് പറഞ്ഞത് ആ അഭിപ്രായത്തോട് ചേർച്ചയാണ് ഞാൻ. കാരണം വീണ ജോർജ് 9 വർഷത്തിനകത്ത് ആ CPM പോലൊരു പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായിട്ടാണെങ്കിൽ ഉൾക്കൊള്ളാവുന്ന പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ വീണ ജോർജിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതെ നമുക്കെനിക്ക് തോന്നുന്നു മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. ഇതിൽ ചില മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നതിന് ശേഷം ചിലതൊക്കെ സംഭവിച്ചേക്കാം. പാർട്ടി സർവ്വപ്രതാപിയായി തുടരുമ്പോൾ തന്നെ അതിൻ്റെ തീർപ്പുകളോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നേതാക്കൾ മുമ്പെന്ന പോലെ മടിക്കുന്നില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും പുതിയ കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കും വിധം ഉള്ള ഒരു ദർശന വ്യക്തത അണികൾക്ക് കൈമാറിയാണ് പാർട്ടിയുടെ 24ാം സമ്മേളനം കൊല്ലത്ത് സമാപിച്ചത്. സൈദ്ധാന്തിക ശാഠ്യത്തിനിടെ ഭൂതകാല കെട്ടുപാടുകൾ മറന്ന് നാടിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കുമായി തെളിച്ചമുള്ള വഴി തേടിയ സമ്മേളനം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനല്ല, സനീഷല്ല, ദേശാഭിമാനിയല്ല, മാതൃഭൂമിയാണ് ഇന്നത്തെ മുഖപ്രസംഗത്തിൽ. അപ്പോൾ നമുക്ക് പ്രത്യാശാഭരിതമായി തന്നെ CPIM-നെ നോക്കിക്കാണാമെന്ന് തോന്നുന്നു. നമുക്കടുത്ത വിഷയത്തിലേക്ക് പോകാം.